ഇസ്ലാം പൂർണ്ണമായും പ്രചാരത്തിലുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. എന്നാൽ ഈ ഇസ്ലാമിക ഭൂമിയിൽ 5000 വർഷം പഴക്കമുള്ള ഒരു ഹിന്ദുക്ഷേത്രവുമുണ്ട്. ഈ ക്ഷേത്രം വളരെ പുരാതനവും ചരിത്രപരവും പ്രധാനപ്പെട്ടതുമായി കണക്കാക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ ശിവന്റെ കണ്ണുനീർ കെട്ടിക്കിടക്കുന്ന ഒരു കുളമുണ്ട്. ഈ കുളം പാണ്ഡവരുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? പാണ്ഡവർ ഇതിലെ വെള്ളം കുടിച്ച ശേഷം ബോധം കെട്ടു വീണത് എന്തുകൊണ്ടാണ്? പാകിസ്ഥാൻ മുസ്ലിങ്ങളും ഇവിടെ ധാരാളമായി വന്നതിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഏത് ക്ഷേത്രമാണ്? സിഖുകാർക്കും ഇത് ഒരു പ്രധാന സ്ഥലമായി എങ്ങനെ സ്ഥാനപ്പെടുന്നു? ഇന്ന് നമുക്ക് അറിയാൻ ശ്രമിക്കാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദു ജനസംഖ്യയുള്ള ഒരു രാജ്യമായി ഇന്ത്യ കണക്കാക്കപ്പെടുന്നു. സനാതൻ നിറത്തിൽ വരച്ചതും ഹിന്ദു ദേവന്മാരുടെയും ദേവതകളുടെയും ജന്മസ്ഥലം എന്ന നിലയിലാണ്. ഹിന്ദുക്കളുടെ വലിയൊരു ജനസംഖ്യ ഭൂരിപക്ഷമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. അല്ലാത്തപക്ഷം മിക്ക രാജ്യങ്ങളിലും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആധിപത്യം സ്ഥാപിക്കുന്നു. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനും ഹിന്ദു നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. അത് അതിന്റെ ഭംഗി കൊണ്ട് മാത്രമല്ല, പുരാതന പ്രണേകതയും വർഷങ്ങളുടെ ചരിത്രവും കൊണ്ട് ലോകമെമ്പാടുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. ഈ ക്ഷേത്രത്തിന്റെ പേര് കടാസ് രാജ് മന്ദിർ എന്നാണ്. ഇത് കില കടാസ് എന്നും അറിയപ്പെടുന്നു. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ പോട്ടോ പീഠഭൂമിയിലാണ് ഈ ക്ഷേത്രസമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന് 4000 മുതൽ 5000 വർഷം വരെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. അതിൽ നിന്ന് കണ്ടെത്തിയ അവശിഷ്ടങ്ങളും അതിന്റെ വാസ്തുവിദ്യയും ഈ അവകാശവാദത്തെ ശക്തിപ്പെടുത്തുന്നു. കാലക്രമേണ ക്ഷേത്രത്തിന്റെ അവസ്ഥയും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ പാകിസ്ഥാൻ സർക്കാർ 2006-ലും 2017-ലും ക്ഷേത്രത്തിൽ നിരവധി മെച്ചപ്പെടുത്തലുകൾ വരുത്തി ഈ ക്ഷേത്രത്തിന് കൂടുതൽ ശ്രദ്ധ നൽകി. ഹിന്ദുമതത്തെയും ഹിന്ദുജനങ്ങളെയും ഭയപ്പെടുന്ന രാജ്യത്ത് പാകിസ്ഥാൻ ആദ്യം അങ്ങനെ ചെയ്യുന്നു. അവർ അവരെ വെറുക്കുന്നു. അവരെ അവരുടെ രാജ്യത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നില്ല. അതേ രാജ്യത്തെ സർക്കാർ ഹിന്ദുക്ഷേത്രത്തെ പരിപാലിക്കുന്നു. കാലാകാലങ്ങളിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഇന്ത്യ-പാകിസ്ഥാൻ വിഭജനത്തിനു മുമ്പ് ഈ ക്ഷേത്രം ഹിന്ദുക്കളുടെ ഒരു ജനപ്രിയ തീർത്ഥാടന കേന്ദ്രമായിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഹിന്ദുക്കൾ ഈ ക്ഷേത്രത്തിൽ ആരാധനയ്ക്കായി എത്താറുണ്ടായിരുന്നു. ശിവരാത്രി സമയത്ത് അത് വളരെ സജീവമായിരുന്നു. 1965-ലെ വിഭജനത്തിനു ശേഷവും ഇന്ത്യൻ ഹിന്ദുക്കൾ ശിവരാത്രി ആഘോഷിക്കാൻ ഇവിടെ വരാറുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് 1984 വരെ ഇന്ത്യൻ തീർത്ഥാടകർ ഇവിടെ വരുന്നത് വിലക്കിയിരുന്നു. ഈ സമയത്ത് ക്ഷേത്രത്തിന്റെ അവസ്ഥയും വളരെ ജീർണിച്ചു. ഇന്ത്യ-പാക് യുദ്ധം കാരണം പാകിസ്ഥാൻ സർക്കാർ ക്ഷേത്രത്തിൽ ശ്രദ്ധ ചെലുത്തുന്നത് പൂർണ്ണമായും നിർത്തി. പാകിസ്ഥാൻ ഹിന്ദുക്കളും ഇടയ്ക്കിടെ മാത്രമേ ഇവിടെ വരാറുണ്ടായിരുന്നുള്ളൂ. കുളം മാലിന്യങ്ങളുടെയും മലിനീകരണത്തിന്റെയും കേന്ദ്രമായി മാറിയിരുന്നു. എന്നാൽ 2005-ൽ ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി ലാൽ കൃഷ്ണ അദ്വാനി ഈ ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ ക്ഷേത്രത്തിന്റെ അവസ്ഥ കണ്ട് അദ്ദേഹം പാകിസ്ഥാൻ സർക്കാരിനെതിരെ വളരെയധികം രോഷം പ്രകടിപ്പിച്ചു. അങ്ങനെ ക്ഷേത്രം വീണ്ടെടുക്കപ്പെട്ടു. ഇന്ന് ദൂരെ നിന്ന് ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നു. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒന്നല്ല, 2 പുരാതന കഥകളുണ്ട്. ഒന്ന് പാണ്ഡവരുടെ വനവാസവുമായി ബന്ധപ്പെട്ടതാണ്. പാണ്ഡവ സഹോദരന്മാർ അവരുടെ വനവാസകാലത്ത് ഏകദേശം 12 വർഷത്തോളം കടാസ് ക്ഷേത്രത്തിൽ താമസിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. കാട്ടിൽ ചുറ്റിനടക്കുമ്പോൾ പാണ്ഡവർക്ക് ദാഹം തോന്നിയപ്പോൾ ഒരു സഹോദരൻ സമീപത്ത് വെള്ളം അന്വേഷിച്ച് കടാസ് കുണ്ട് കണ്ടെത്തി. തുടർന്ന് എല്ലാ പാണ്ഡവരും വെള്ളം കുടിക്കാൻ ഈ കുണ്ടത്തിലേക്ക് പോയി. ഈ കുണ്ടത്തിലെ വെള്ളം കുടിച്ച് ദാഹം ശമിപ്പിച്ചു. ഈ സമയത്ത് ഈ കടാസ് കുണ്ട് യക്ഷന്റെ അധികാരപരിധിയിൽ വന്നു എന്നാണ് പറയപ്പെടുന്നത്. പാണ്ഡവർ ഈ കുണ്ടത്തിൽ നിന്ന് വെള്ളം എടുക്കാൻ പോയപ്പോൾ ഒരു ചോദ്യത്തിന് പകരമായി യക്ഷൻ അവരോട് വെള്ളം കുടിക്കാൻ ആവശ്യപ്പെട്ടു. പാണ്ഡവർ ചോദ്യത്തിന് ഉത്തരം നൽകാതെ വെള്ളം കുടിച്ചു. തുടർന്ന് 4 പാണ്ഡവരും ബോധരഹിതരായി. മൂത്ത പാണ്ഡവനായ യുധിഷ്ഠിരൻ തന്റെ സഹോദരന്മാരെ അന്വേഷിച്ച് ഇവിടെ എത്തി അവരെ ബോധരഹിതരായി കണ്ടപ്പോൾ അദ്ദേഹം വളരെ അസ്വസ്ഥനായി. അപ്പോൾ യുധിഷ്ഠിരൻ യക്ഷന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി. ഇത് യക്ഷനെ വളരെയധികം സന്തോഷിപ്പിച്ചു. യുധിഷ്ഠിരന്റെ ജ്ഞാനവും സഹോദരങ്ങളോടുള്ള സ്നേഹവും കണ്ട് യക്ഷൻ 4 പാണ്ഡവർക്കും വീണ്ടും ജീവൻ നൽകി. 4 പാണ്ഡവരും വീണ്ടും എഴുന്നേറ്റു. തന്റെ സഹോദരന്മാരെ ജീവനോടെ കണ്ടതിൽ യുധിഷ്ഠിരൻ വളരെ സന്തോഷിച്ചു. 5 സഹോദരന്മാരും ഒരുമിച്ച് ഈ കടാസ് കുണ്ടിൽ നിന്ന് വെള്ളം കുടിച്ചു. മറ്റൊരു ജനപ്രിയ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് അവരുടെ പ്രണേകത ചിത്രീകരിക്കുന്ന ഭഗവാൻ ഭോലെനാഥുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ന് പ്രണയത്തിന്റെ പ്രതീകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ആളുകൾ താജ്മഹലിനെ ഓർമ്മിക്കുന്നു. അതേസമയം പ്രണയത്തിന്റെ യഥാർത്ഥ സാക്ഷി കടാസ് കുണ്ടാണ്. ഇതിനുള്ള ഉത്തരം അറിയാൻ വീഡിയോ വേഗത്തിൽ ലൈക്ക് ചെയ്യുക.
അതെ, നിങ്ങൾ ചാനലിൽ പുതിയ ആളാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദിശക്തി ഒരു സതിയുടെ രൂപത്തിൽ ഒരു സതി ശിവനെ വിവാഹം കഴിച്ച സമയത്തെക്കുറിച്ചാണിത്. എന്നാൽ സതിയുടെ പിതാവ് ദക്ഷൻ ഈ വിവാഹത്തിൽ സന്തുഷ്ടനായിരുന്നില്ല. പിന്നീട് ദക്ഷൻ ഒരു യാഗം സംഘടിപ്പിച്ചു. അതിൽ ശിവൻ ഒഴികെ എല്ലാവരെയും ക്ഷണിച്ചു. സതി ഈ യാഗത്തിന് പോയപ്പോൾ അവളുടെ പിതാവ് ദക്ഷൻ മുഴുവൻ സദസ്സിനു മുന്നിൽ ശിവനെക്കുറിച്ച് അപമാനകരമായ കാര്യങ്ങൾ പറഞ്ഞു. ഭർത്താവിന്റെ അപമാനം സതിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ തന്റെ ശരീരം യാഗത്തിന്റെ അഗ്നിയിൽ സമർപ്പിച്ചു. ഈ വാർത്ത ശിവന് അറിയാമായപ്പോൾ അദ്ദേഹം വളരെ ദുഃഖിതനായി ഇവിടെ വന്ന് സതിയുടെ ശരീരം കൈകളിൽ പിടിച്ചുകൊണ്ട് താണ്ഡവം ചെയ്യാൻ തുടങ്ങി. പ്രപഞ്ചത്തിന്റെ നാശത്തിനു മുമ്പ് ശിവനെ തടയാൻ വിഷ്ണു സുദർശന ചക്രം ഉപയോഗിച്ച് സതിയുടെ ശരീരം കഷണങ്ങളാക്കി. ഭാര്യയുടെ വേർപാടിൽ ശിവൻ ദുഃഖസാഗരത്തിൽ മുങ്ങി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് വീണ കണ്ണുനീർ 2 കുളങ്ങളായി മാറി. ഒന്ന് രാജസ്ഥാനിനടുത്തും മറ്റൊന്ന് ഇപ്പോഴും പാകിസ്ഥാനിലും ഉണ്ട്. അത് കടാസ് രാജ്കുണ്ട് എന്നറിയപ്പെടുന്നു. ശിവന്റെ കണ്ണുനീരിന് ഈ കുളം സാക്ഷിയാണ്. ഈ കുളത്തിന്റെ 4 വശങ്ങളിലും ഭഗവാൻ ഭോലെനാഥിനെ ആരാധിക്കുന്നു. ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട്. അത് കടാസ് രാജ് മന്ദിർ എന്നറിയപ്പെടുന്നു. അതിന്റെ കഥ ഈ ക്ഷേത്രത്തിനും കുളത്തിന്റെ പേരിനും സാക്ഷ്യം വഹിക്കുന്നു. അവിടെ കറ്റാസ് എന്ന വാക്കിന്റെ അർത്ഥം കണ്ണുകളിൽ നിന്ന് വരുന്ന കണ്ണുനീർ എന്നാണ്. കടാസ് കുണ്ട് കണ്ണീരിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രം ഹിന്ദു വിശ്വാസത്തിന്റെ പ്രതീകം മാത്രമല്ല, സിഖുകാരുടെ വിശ്വാസവും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അക്കാലത്ത് ഈ സ്ഥലം സന്യാസിമാർക്ക് പ്രിയപ്പെട്ട സ്ഥലമായിരുന്നതിനാൽ സിഖുകാരുടെ ആദ്യ ഗുരുവായ ഗുരുനാനാക്ക് ദേവ് ജി കടാസ് മന്ദിർ സന്ദർശിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. സിഖ് ചക്രവർത്തി രഞ്ജിത് സിംഗും ഈ സ്ഥലം സന്ദർശിക്കാൻ ഇവിടെ വന്നു. ഈ അർത്ഥത്തിൽ ഈ ക്ഷേത്രം സിഖുകാരുടെ ഹൃദയങ്ങളിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കടാസ് രാജ് ക്ഷേത്രത്തിൽ ഉള്ള കുളവുമായോ ബന്ധപ്പെട്ട ഒരു വിശ്വാസവുമുണ്ട്. ഇതിലെ വെള്ളം വളരെ പവിത്രവും ശുദ്ധവുമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാരണം അത് ശിവന്റെ കണ്ണുനീരാണ്. അതിനാൽ ഈ വെള്ളത്തിൽ കുളിക്കുന്നവരുടെ എല്ലാ പാപങ്ങളും കഴുകിക്കളയപ്പെടും. ഗംഗാ നദിയെ പവിത്രമായി കണക്കാക്കുന്നതിലൂടെ ആളുകൾക്ക് മോക്ഷം ലഭിക്കുന്നതുപോലെ ക്ഷേത്രത്തിന്റെ ചരിത്രം മഹത്വവും വിശ്വാസവും പോലെ തന്നെ നിരവധി ആളുകളെ ആകർഷിക്കുന്നു. ഈ ക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയും ആകർഷകമാണ്. കടാസ് രാജ് ക്ഷേത്രത്തിന് ചുറ്റും ചതുരാകൃതിയിലുള്ള പ്ലാറ്റ്ഫോമുകളാണ് കൂടുതലും നിർമ്മിച്ചിരിക്കുന്നത്. ചുവരുകളിൽ നിന്ന് മേൽക്കൂര വരെ മികച്ച പണികൾ കാണാം. ഈ ക്ഷേത്രം സന്ദർശിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു തരം മഹത്വവും സമാധാനവും ശാന്തിയും അനുഭവപ്പെടും. ക്ഷേത്രത്തിൽ സമാധാനം വസിക്കുന്നു. ഭക്തർ അതിൽ മുങ്ങിക്കുളിക്കുന്നതിലൂടെ അവരുടെ എല്ലാ ദുഃഖങ്ങളും വേദനകളും മറക്കുന്നു. കടാസ് ക്ഷേത്രത്തിനടുത്താണ് രാമചന്ദ്ര ക്ഷേത്രവും. ഹരിസിംഗ് ഹവേലിയുടെ കിഴക്ക് ഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 8 ആകർഷകമായ മുറികളും തെക്ക് വശത്ത് 1-ാം നിലയിലേക്ക് നയിക്കുന്ന ഒരു പടിക്കെട്ടും ഉള്ള 2 നില കെട്ടിടമാണിത്. ഈ ക്ഷേത്രത്തിൽ 2 ബാൽ നിയാനുകളും ഉണ്ട്. എന്നാൽ ഇപ്പോൾ അവയുടെ അവസ്ഥ വളരെ മോശമാണ്. അതിനാൽ അവിടെ എത്താൻ കഴിയില്ല. ഹനുമാൻജിയെ ദർശനം നടത്താൻ ആളുകൾ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് തിരിയുന്നു. ഈ ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന ലാളിത്യം നിറഞ്ഞതാണ്. ഈ ക്ഷേത്രത്തിന്റെ മേൽക്കൂര മികച്ച കൊത്തുപണികളാൽ അലങ്കരിച്ചിട്ടില്ല. പക്ഷേ ഇത് കുമ്മായം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ലാളിത്യത്തിന്റെ മികച്ച ഉദാഹരണമാണ്. ഈ ക്ഷേത്രം പലതവണ തിരഞ്ഞിട്ടുണ്ട്. മൃഗങ്ങളുടെ ഭാഗങ്ങൾ, അസ്ഥികൾ മുതലായവയും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം പുരാതന കാലത്തെ പുരാതനമായ ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ച മഴു, ചക്രങ്ങൾ, മൺപാത്രങ്ങൾ തുടങ്ങിയ പുരാവസ്തുക്കളും കടാസ് രാജ് ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്തി. വർഷങ്ങൾ പഴക്കമുള്ള അവശിഷ്ടങ്ങൾ കാരണം ക്ഷേത്രം നിരവധി വാർത്തകളിൽ ഇടം നേടിയിരുന്നു. പക്ഷേ ഇത് ശിവന്റെ പ്രണയകഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ക്ഷേത്രം കാണണമെങ്കിൽ ഇപ്പോൾ ക്ഷേത്രത്തിന്റെ വാതിലുകൾ എല്ലാവർക്കും തുറന്നിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ഇവിടെ പോകാം. വഴിയിൽ ഈ ക്ഷേത്രത്തിൽ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വഴിയിൽ ഭോലെനാഥിന്റെ കണ്ണുനീരിൽ നിന്ന് കടാസ് കുണ്ട് യഥാർത്ഥത്തിൽ നിർമ്മിച്ചതാണോ എന്ന് നിങ്ങൾ കരുതുന്നു? അഭിപ്രായ വിഭാഗത്തിൽ എഴുതി ഞങ്ങളോട് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക. നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ പുതിയ ആളാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായി ഇതിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത്തരം വിജ്ഞാനപ്രദമായ വീഡിയോകൾ ലഭിക്കാൻ ബെൽ ഐക്കൺ അമർത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. ശ്രദ്ധിക്കുക.